ഇപ്പോൾ ലോക്കപ്പിൽ നിലത്തിരിക്കുകയാണ് ചെന്താമര. കൊടും കുറ്റവാളിയായ ചെന്താമര, 3 പേരുടെ ജീവനെടുത്ത ചെന്താമര ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ, ലോക്കപ്പിനുള്ളിൽ ഒരു കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചനയുമില്ലാതെ ലോക്കപ്പിനുള്ളിൽ നിൽക്കുകയാണ്. പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ലോക്കപ്പിൽ നിന്ന് പുറത്തേക്കിറക്കി മറ്റൊരു സെല്ലിലേക്ക് കയറ്റി. അവിടെ ലോക്കപ്പിൽ ഇരുത്തി ഇപ്പോൾ ചെന്താമരയെ കാര്യങ്ങൾ ചോദിച്ച് പ്രാഥമിക വിവരങ്ങൾ രേഖപ്പെടുത്തുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കണം. പോലീസിന് അതിനുള്ള പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നു. ലോക്കപ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആ കൈകൾ ഉപയോഗിച്ചാണ് 3 കൊലപാതകങ്ങൾ ചെന്താമര നടത്തിയത്. കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എന്തിനീ കൊല ചെയ്തു, അതിനുശേഷം എവിടെ ഒളിച്ചു, ആരുടെയൊക്കെ സഹായം കിട്ടി, എവിടെ നിന്നാണ് വന്നത്, ആരാണ് ഈ കുറ്റകൃത്യത്തിന് സഹായം നൽകിയത്, ആരുടെയെങ്കിലും പിന്തുണയുണ്ടോ, ഇത്തരം കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുകയാണ് ചെന്താമരയിൽ നിന്ന്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊടും കുറ്റവാളിയായ ചെന്താമര മുഖത്ത് കുറ്റബോധത്തിൻ്റെ ഒരു ലാഞ്ചനയില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് പോലീസിനോട്. എന്തിനാണ് ഇത്ര പക അയൽവാസികളോട് എന്നുള്ള ചോദ്യം സ്വാഭാവികമാണ്. ഭയങ്കര ക്രൂക്കളകള് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധവുമില്ലാതെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ചെന്താമര. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് ഇറങ്ങി വന്നത്. അവിടെ വെച്ച് പോലീസിൻ്റെ കെണിയിൽപ്പെടുകയായിരുന്നു. 58 വയസ്സുള്ള ചെന്താമര. എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുറ്റബോധവുമില്ലാതെ കാര്യങ്ങളൊക്കെ പോലീസുകാർ ചോദിക്കുന്നതിന് മറുപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെയുള്ള CI SHO ആണ് ഇപ്പോൾ സസ്പെൻഷനിലുള്ളത്. ലോക്കപ്പിനുള്ളിൽ ചെന്താമരയോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനിയും 2 പേരെ കൂടി കൊല്ലാനുണ്ടായിരുന്നുവെന്നാണ് ചെന്താമര പറഞ്ഞത്. കൊണ്ടിരിക്കുന്നത് നെന്മാറ ലോക്കപ്പിനുള്ളിൽ ചെന്താമരയെ പോലീസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ആലത്തൂർ DYSP അടക്കമുള്ളവരുണ്ട്. ഒപ്പം ആലത്തൂർ SHO ഉണ്ട്. പുറത്ത് വലിയ ബഹളം പ്രേക്ഷകർക്ക് കേൾക്കാം. ലോക്കപ്പിൽ ഇപ്പോൾ ചെന്താമരയുണ്ട്. വാടാത്ത ചെന്താമരയാണെന്ന് പറയേണ്ടി വരും. ഒരു കുറ്റബോധവുമില്ല. കൊടും കുറ്റവാളിയായ ചെന്താമര 3 കൊലപാതകങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 3 പേരെ, 2 കുട്ടികളെ അനാഥമാക്കി കളഞ്ഞു ചെന്താമര. അമ്മ സജിതയെ വെട്ടിക്കൊന്നത് 5 വർഷം മുമ്പെങ്കിൽ അച്ഛൻ സുധാകരനെയും അച്ഛമ്മ ലക്ഷ്മിയെയും 34 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ കൈകൾ കൊണ്ട് ഈ ഇരിക്കുന്ന ചെന്താമര വകവരുത്തിയത്. അന്ധവിശ്വാസത്തിനടിമപ്പെട്ട് നീളമുള്ള തലമുടിയുള്ളവൾ അയൽവാസിയായി വന്നാൽ കുടുംബത്തിന് ഛിദ്രമാണെന്ന് കരുതി സജിതയുടെ കുടുംബം തങ്ങൾക്കെതിരെ ദുർമന്ത്രവാദം നടത്തുന്നുവെന്ന് കരുതി ആ കുടുംബത്തെ വകവരുത്താൻ ശ്രമിക്കുകയായിരുന്നു ചെന്താമര. 3 കൊലപാതകങ്ങൾ, ഒരു ഭാര്യ, ഭർത്താവ്, ഭർത്തൃമാതാവ്, 3 പേരെയും ഇല്ലാതാക്കിയ കൊടും കുറ്റവാളി ചെന്താമരയുടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.
പ്രതിയുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്കപ്പിൽ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാമുള്ള മറുപടി ഇപ്പോൾ ചെന്താമര നൽകുന്നു. കുറ്റബോധമില്ലാതെ താൻ എന്തോ വലിയ കാര്യം ചെയ്തു എന്ന മട്ടിൽ ഇനിയും രണ്ടുപേരെ കൂടി പൂശാനുണ്ട് എന്നുള്ളത് മാത്രമാണ് കുറ്റബോധമെന്ന് നേരത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനോട് പറഞ്ഞതിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടു.